ഈസി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പേപ്പർ കോഡ് 39/2023. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം കണ്ടെത്തുക. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്കു മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്കുവരെ. രണ്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നത് ഏത്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയാണ് ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. 1, 2, 3 ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഏത് ഭൂവിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഏത് ഭൂവിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ ബി, ഥാർ മരുഭൂമി. നാലാമത്തെ ചോദ്യം, ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കാലയളവ് എപ്പോൾ? ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കാലയളവ് എപ്പോൾ? ഉത്തരം ഓപ്ഷൻ എ, ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. അഞ്ചാമത്തെ ചോദ്യം, സുന്ദരവനം ഡെൽറ്റ പ്രദേശം ഉൾപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതെന്ന് കണ്ടെത്തുക. സുന്ദരവനം ഡെൽറ്റ പ്രദേശം ഉൾപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി, പശ്ചിമ ബംഗാൾ. ആറാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവരിൽ നിന്നും കർണാടകയിൽ 31ാമതായി ഈ അടുത്ത് നിലവിൽ വന്ന ജില്ല ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവരിൽ നിന്നും കർണാടകയിൽ 31ാമതായി ഈ അടുത്ത് നിലവിൽ വന്ന ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, വിജയനഗര. ഏഴാമത്തെ ചോദ്യം, അറബിക്കടലിൽ രൂപം കൊണ്ട 2021 വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റ് ഏതാണ്? അറബിക്കടലിൽ രൂപം കൊണ്ട 2021 വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ടൗട്ടെ. എട്ടാമത്തെ ചോദ്യം, കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്ത് എഴുതുക. കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്ത് എഴുതുക. ഉത്തരം ഓപ്ഷൻ ബി ആണ് 1ഉം 4ഉം, അതായത് ഇൽമനൈറ്റ്, മോണോസൈറ്റ് എന്നിവയാണ് കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ. ഒൻപതാമത്തെ ചോദ്യം, കണ്ടൽക്കാടും കടൽ തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? കണ്ടൽക്കാടും കടൽ തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ സി, കണ്ണൂർ. പത്താമത്തെ ചോദ്യം, ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത പദ്ധതികൾ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത പദ്ധതികളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. പള്ളിവാസലും ചെങ്കുളമാണ് ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടുന്നവ. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യനാണ്. ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഇടിമലയാറും ഷോളയാറും ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടുന്നവയല്ല. ഇടിമലയാർ എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഷോളയാർ തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 11ാമത്തെ ചോദ്യം, ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികൾ ഏതെല്ലാം? ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ എ, 1ഉം 2ഉം, അതായത് പമ്പ, കക്കി. 12ാമത് ചോദ്യം, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെടാത്തത് കണ്ടെത്തുക. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെടാത്തത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി, താലൂക്ക്. 13ാമത് ചോദ്യം, താഴെ പറയുന്നവയിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? താഴെ പറയുന്നവയിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? ഉത്തരം ഓപ്ഷൻ എ ആണ് 1ഉം 2ഉം 3ഉം. PT ഉഷ, TC യോഹന്നാൻ, 3 KM ബീനാമോൾ. 14ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതെന്ന് കണ്ടെത്തുക. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ, പെരിയാർ. 15ാമത്തെ ചോദ്യം, കേന്ദ്ര സർക്കാരിൻ്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ആദ്യ പഞ്ചായത്ത് പീലിക്കോട് ഉൾപ്പെടുന്ന ജില്ല ഏതാണ്? കേന്ദ്ര സർക്കാരിൻ്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ആദ്യ പഞ്ചായത്ത് പീലിക്കോട് ഉൾപ്പെടുന്ന ജില്ല കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ, കാസർഗോഡ്. 16ാമത്തെ ചോദ്യം, അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതെന്ന് കണ്ടെത്തുക. അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി, നീണ്ടകര. 17ാമത്തെ ചോദ്യം,
കേരളത്തിൽ വാഹന രജിസ്ട്രേഷൻ കൂടുതലുള്ള ജില്ലയും വാഹന രജിസ്ട്രേഷൻ കുറവുള്ള ജില്ലയും ചേരുന്ന ജോഡി കണ്ടെത്തുക. കേരളത്തിൽ വാഹന രജിസ്ട്രേഷൻ കൂടുതലുള്ള ജില്ല എറണാകുളമാണ്. കുറവുള്ള ജില്ല വയനാടാണ്. 18ാമത് ചോദ്യം. 2020 വർഷത്തിൽ സംസ്ഥാനത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ്? 2020 വർഷത്തിൽ സംസ്ഥാനത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച വ്യക്തി ആര്? ഉത്തരം ഓപ്ഷൻ ഡി, മിനിമോൾ എബ്രഹാം. 19ാമത് ചോദ്യം. പൊതുജനത്തിന് സൗജന്യമായി വൈഫൈ ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് ഏതാണ്? പൊതുജനത്തിന് സൗജന്യമായി വൈഫൈ ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് ഏത്? ഉത്തരം ഓപ്ഷൻ എ, ഇരവിപേരൂർ. 20ാമത് ചോദ്യം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ബംഗാൾ. 21ാമത് ചോദ്യം. താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതികളിൽ പെടാത്തത് ഏത്? താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതികളിൽ പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, പ്രേമാശ്രമം. പ്രേമാശ്രമം എഴുതിയത് പ്രേംചന്ദാണ്. 22ാമത് ചോദ്യം. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം ഓപ്ഷൻ എ, അരുണ അസഫ് അലി. 23ാമത് ചോദ്യം. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി, പണ്ഡിത രമാബായ്. 24ാമത് ചോദ്യം. ഇന്ത്യയിലെ നിലവിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ഇന്ത്യയിലെ നിലവിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ ഡി, ഡോക്ടർ സുബ്രഹ്മണ്യൻ ജയശങ്കർ. 25ാമത് ചോദ്യം. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെ നിലവിലെ ലഫ്റ്റനന്റ് ഗവർണർ ആരാണ്? കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെ നിലവിലെ ലഫ്റ്റനന്റ് ഗവർണർ ആരാണ്? ഉത്തരം ബി ഡി മിശ്ര. 26ാമത് ചോദ്യം. ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷങ്ങൾ ഏതാണ്? ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, 1930, 31, 32. 27ാമത് ചോദ്യം. വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവം ഏതാണ്? റൗലറ്റ് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവം ഏത്? ഉത്തരം ഓപ്ഷൻ സി, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. 28ാമത് ചോദ്യം. വൈകുണ്ഠസ്വാമിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? വൈകുണ്ഠസ്വാമിയുമായി ബന്ധമില്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? തന്നിരിക്കുന്നത്. വില്ലുവണ്ടി സമരം നയിച്ചു, സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ചു, ക്ഷേത്രപ്രവേശന നിരോധത്തിനെതിരെ ശബ്ദമുയർത്തി, മേൽമുണ്ട് ധരിക്കൽ നിരോധത്തിനെതിരെ ശബ്ദമുയർത്തി. ഉത്തരം ഓപ്ഷൻ എ ആണ്, വില്ലുവണ്ടി സമരം നയിച്ചു. അത് വൈകുണ്ഠസ്വാമിയുമായി ബന്ധമില്ലാത്തതാണ്. വില്ലുവണ്ടി സമരം നയിച്ചത് അയ്യങ്കാളിയാണ്. 29ാമത് ചോദ്യം. ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിനു സഹായമാകുന്ന സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പരിപാടികൾ ഗവൺമെൻറ് ഏറ്റെടുക്കുമെന്ന് ആവശ്യപ്പെടുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പരിപാടികൾ ഗവൺമെൻറ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, നിർദ്ദേശക തത്വങ്ങൾ. 30ാമത് ചോദ്യം. എ കെ ഗോപാലിൻ്റെ നേതൃത്വത്തിൽ നടന്ന പട്ടിണി ജാഥ എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? എ കെ ഗോപാലിൻ്റെ നേതൃത്വത്തിൽ നടന്ന പട്ടിണി ജാഥ എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി, കണ്ണൂർ മുതൽ മദ്രാസ് വരെ. 31ാമത് ചോദ്യം. താഴെ പറയുന്നവയിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട ആശയം ഏതാണ്? താഴെ പറയുന്നവയിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട ആശയം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം. 32ാമത് ചോദ്യം. താഴെ പറയുന്നവയിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ തൽപരരായി INA-യിൽ ചേർന്ന മലയാളികൾ ആരൊക്കെ? താഴെ പറയുന്നവയിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ തൽപരരായി INA-യിൽ ചേർന്ന മലയാളികൾ ആരൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1ഉം 2ഉം. അതായത് വക്കം അബ്ദുൽ ഖാദർ, ക്യാപ്റ്റൻ ലക്ഷ്മി.
33-ാമത് ചോദ്യം, ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പാർലമെന്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായത്തിനോട് യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പാർലമെന്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായത്തിനോട് യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇന്ത്യയിൽ പാർലമെന്ററി ഭരണ സമ്പ്രദായം പ്രകാരം കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ദ്വിമണ്ഡല സഭ നിലകൊള്ളുന്നു. 34-ാമത്തെ ചോദ്യം, ഗാന്ധിജി മുന്നോട്ട് വെച്ച നയി താലിം നൂതന വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഗാന്ധിജി മുന്നോട്ട് വെച്ച നയി താലിം വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഒന്ന് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അതായത് പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി. 35-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഇരിക്കുന്നത് 1. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെടാത്ത ഭരണഘടനയാണ്. അത് തെറ്റാണ്. എഴുതപ്പെട്ട ഭരണഘടനയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. 2. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. അത് ശരിയാണ്. 3. സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്തുന്നു. 4. 6 മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്നു. അതും ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 2, 3, 4 ശരിയായിട്ടുള്ളത്. 36-ാമത്തെ ചോദ്യം, ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏത്? ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതാണ്? 1. സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചു. അത് തെറ്റാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ അദ്ദേഹ കൃതികളാണ്. അതും ശരിയാണ്. 4. തിരുവല്ലയിലെ ഇരവി പേരൂരിലാണ് ജനനം. അത് തെറ്റാണ്. കണ്ണൻമൂലക്കടുത്ത് കൊല്ലൂർ എന്ന സ്ഥലത്താണ് ജനനം. അത് തിരുവനന്തപുരത്താണ്. ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ്. 2, 3 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 37-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ചെമ്പിൻ്റെ പ്രധാന ഉൽപ്പാദക സംസ്ഥാനങ്ങൾ ഏതാണ്? ഇന്ത്യയിൽ ചെമ്പിൻ്റെ പ്രധാന ഉൽപ്പാദക സംസ്ഥാനങ്ങൾ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. 38-ാമത്തെ ചോദ്യം, മൺപാത്ര നിർമ്മാണം ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു? മൺപാത്ര നിർമ്മാണം ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ ബി, ദ്വിതീയ മേഖല. 39-ാമത്തെ ചോദ്യം, പ്രത്യേക സാമ്പത്തിക മേഖലയെ സംബന്ധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. പ്രത്യേക സാമ്പത്തിക മേഖലയെ സംബന്ധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. 1. പ്രത്യേക സാമ്പത്തിക മേഖല എന്ന ആശയം ചൈനയിൽ നിന്ന് പകർത്തിയതാണ്. 2. ഇത് വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. 1, 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. 40-ാമത്തെ ചോദ്യം, ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക. ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. RRB നിലവിൽ വന്നത് 1975-ലാണ്. 41-ാമത്തെ ചോദ്യം, സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണ്ണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളെ പറയുന്ന പേര് എന്താണ്? സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണ്ണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളെ പറയുന്ന പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി, നവ ഉദാരവൽക്കരണം. 42-ാമത്തെ ചോദ്യം, നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആര്? ഉത്തരം ഓപ്ഷൻ സി, സുമൻ ബറി. 43-ാമത്തെ ചോദ്യം, കേരള ഗവൺമെൻറ് ഈ വർഷം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? കേരള ഗവൺമെൻറ് ഈ വർഷം സർക്കാർ ജീവനക്കാർ പെൻഷൻകാർക്കും നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, മെഡിസെപ്പ്. 44-ാമത്തെ ചോദ്യം, കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലസാഹിത്യ മാസികയുടെ പേര് എന്താണ്? കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലസാഹിത്യ മാസികയുടെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ സി, തളിര്. 45-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ചൈനാമാൻ ആയി കളിക്കുന്ന കളിക്കാരൻ ആരാണ്? ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ചൈനാമാൻ ആയി കളിക്കുന്ന കളിക്കാരൻ ആര്? ഉത്തരം ഓപ്ഷൻ ഡി, കുൽദീപ് യാദവ്. 46-ാമത്തെ ചോദ്യം, മത്സരാടിസ്ഥാനത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യമായി സംഘടിപ്പിച്ച വർഷം ഏതാണ്? മത്സരാടിസ്ഥാനത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യമായി സംഘടിപ്പിച്ച വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ എ, 1952. 47-ാമത്തെ ചോദ്യം, ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ച പേടകത്തിൻ്റെ പേര് എന്താണ്? ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ
ബഹിരാകാശത്തേക്ക് എത്തിച്ച പേടകത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി വോസ്റ്റോക്ക് 1. 48ാമത് ചോദ്യം. ചാന്ദ്രദിനമായി ആചരിക്കുന്ന ദിനം എന്നാണ്? ചാന്ദ്രദിനമായി ആചരിക്കുന്ന ദിവസം എന്ന്? ഉത്തരം ഓപ്ഷൻ ബി ജൂലൈ 21. 49ാമത് ചോദ്യം. 2019 ജെ.സി. ഡാനിയൽ പുരസ്കാരം നേടിയ വ്യക്തി ആര്? 2019 ജെ.സി. ഡാനിയൽ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ഹരിഹരൻ. 2023 ജെ.സി. ഡാനിയൽ പുരസ്കാരം നേടിയത് ഷാജി എൻ കരുൺ. 50ാമത് ചോദ്യം. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ നീരജ് ചോപ്ര ഏത് സംസ്ഥാനത്തെ വ്യക്തിയാണ്? നീരജ് ചോപ്ര ഏത് സംസ്ഥാനത്തെ വ്യക്തിയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഹരിയാന. 51ാമത് ചോദ്യം. 2021 ബുക്കർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? 2021 ബുക്കർ പ്രൈസ് ലഭിച്ചത് ആർക്ക്? ഉത്തരം വരുന്നത് ഡെയ്മൻ ഗാൽഗട്ടിനാണ് 2021 ലഭിച്ചത്. 2024 ബുക്കർ പ്രൈസ് ലഭിച്ചത് സാമന്ത ഹാർവേ. ഓർബിറ്റൽ എന്ന സയൻസ് ഫിക്ഷൻ നോവലിനാണ് ലഭിച്ചിട്ടുള്ളത്. 52ാമത് ചോദ്യം. 2021 G20 രാജ്യങ്ങളിലെ സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം നടന്ന സ്ഥലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി റോം. 53ാമത് ചോദ്യം. ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം ഏതാണ്? ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ചെറുകുടൽ. 54ാമത് ചോദ്യം. ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത്? ഉത്തരം ഓപ്ഷൻ എ നിശാന്തത. 55ാമത് ചോദ്യം. സങ്കരയിനം തക്കാളി ഏതാണ്? സങ്കരയിനം തക്കാളി താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് മുക്തിയാണ് സങ്കരയിനം തക്കാളി. അനാമിക വെണ്ടയുടേതാണ്. പവിത്ര നെല്ലിൻ്റേതാണ്. ഹരിത വഴുതനങ്ങയുടേതാണ്. 56ാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി എവിടെയാണ്? കേരളത്തിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി തെന്മല. 57ാമത്തെ ചോദ്യം. പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകം ഏതാണ്? പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി കാർബൺ ഡയോക്സൈഡ്. 58ാമത് ചോദ്യം. ഇന്ത്യ നിർമ്മിച്ച കോവിഡ് വാക്സിൻ ഏതാണ്? ഇന്ത്യ നിർമ്മിച്ച കോവിഡ് വാക്സിൻ ഏത്? ഉത്തരം ഓപ്ഷൻ എ കോവാക്സിൻ. 59ാമത് ചോദ്യം. നിപ്പ രോഗത്തിന് കാരണമായ ജീവി ഏത്? നിപ്പ രോഗത്തിന് കാരണമായ ജീവി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി വൈറസ്. 60ാമത് ചോദ്യം. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേക്ഷണം ചെയ്യുന്ന രീതി ഏത്? മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേക്ഷണം ചെയ്യുന്ന രീതിയാണ് ഉത്തരം ഓപ്ഷൻ സി വികിരണം. 61ാമത് ചോദ്യം. 2 സമതല ദർപ്പണങ്ങളുടെ ഒരു ജോഡി അരികുകൾ ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് കോണളവിൽ ക്രമീകരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിബിംബം ലഭിക്കുക? 2 സമതല ദർപ്പണങ്ങളുടെ ഒരു ജോഡി അരികുകൾ ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് കോണളവിൽ ക്രമീകരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിബിംബം ലഭിക്കുക? ഉത്തരം ഓപ്ഷൻ ബി 30 ഡിഗ്രി. 62ാമത് ചോദ്യം. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഏതാണ്? നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഏത്? ഉത്തരം ഓപ്ഷൻ എ ഹൈഡ്രജൻ. 63ാമത് ചോദ്യം. ദ്രാവകത്തിൽ ഒരു വസ്തുവിൻ്റെ ഭാരനഷ്ടവും അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിൻ്റെ ഭാരവും തുല്യമാണ്. പ്രശസ്തമായ ഈ തത്വം ആരുടേതാണ്? ദ്രാവകത്തിൻ്റെ ഒരു വസ്തുവിൻ്റെ ഭാരനഷ്ടവും അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിൻ്റെ ഭാരവും തുല്യമാണ്. പ്രശസ്തമായ ഈ തത്വം ആരുടേതാണ്? ഉത്തരം ഓപ്ഷൻ എ ആർക്കിമിഡീസ്. 64ാമത് ചോദ്യം. ഐസ് ഉരുകി ജലമാകുമ്പോൾ അതിൻ്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു? ഐസ് ഉരുകി ജലമാകുമ്പോൾ അതിൻ്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി കുറയുന്നു. 65ാമത് ചോദ്യം. ബഹിരാകാശ ടൂറിസം ലക്ഷ്യമിട്ട് ജെഫ് ബെസോസ് ആരംഭിച്ച ബ്ലൂ ഒറിജിൻ്റെ ആദ്യ ബഹിരാകാശ യാത്രയിലെ യാത്രികൻ ആരാണ്? ബഹിരാകാശ ടൂറിസം ലക്ഷ്യമിട്ട് ജെഫ് ബെസോസ് ആരംഭിച്ച ബ്ലൂ ഒറിജിൻ്റെ ആദ്യ ബഹിരാകാശ യാത്രയിലെ യാത്രികൻ ആര്?
ഉത്തരം ഓപ്ഷൻ സി ജെഫ് ബെസോസ്. 66-ാമത്തെ ചോദ്യം. അപ്പോളോ 11 ചാന്ദ്രദൗത്യത്തിലെ കമാൻഡ് മൊഡ്യൂളിൻ്റെ പൈലറ്റായിരുന്ന വ്യക്തി 2021 ഏപ്രിൽ 21-ന് അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് എന്താണ്? അപ്പോളോ 11 ചാന്ദ്രദൗത്യത്തിലെ കമാൻഡ് മൊഡ്യൂളിൻ്റെ പൈലറ്റായിരുന്ന വ്യക്തി 2021 ഏപ്രിൽ 21-ന് അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ സി മൈക്കൽ കോളിൻസ്. 67-ാമത്തെ ചോദ്യം. ബാക്ക് ടു ബേസിസ് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ്? ബാക്ക് ടു ബേസിസ് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ സി കൊറോണ വൈറസ്. 68-ാമത്തെ ചോദ്യം. നിലവിൽ കേരള ആരോഗ്യമന്ത്രി ആരാണ്? നിലവിൽ കേരള ആരോഗ്യമന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ സി വീണ ജോർജ്. 69-ാമത്തെ ചോദ്യം. പക്ഷിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? പക്ഷിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ് വൈറസ്. ഓർത്തോ മിക്സോ വൈറസ് കാരണമാണ് പക്ഷിപ്പനി. 70-ാമത്തെ ചോദ്യം. ലോക ജനസംഖ്യാ ദിനം എന്നാണ്? ലോക ജനസംഖ്യാ ദിനം എന്ന്? ഉത്തരം ഓപ്ഷൻ ഡി ജൂലൈ 11. 71-ാമത്തെ ചോദ്യം. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. ഉത്തരം ഓപ്ഷൻ സി ജനീവ. 72-ാമത്തെ ചോദ്യം. ഓങ്കോളജി ഏത് അസുഖത്തെക്കുറിച്ചുള്ള പഠനമാണ്? ഓങ്കോളജി ഏത് അസുഖത്തെക്കുറിച്ചുള്ള പഠനമാണ്? ഉത്തരം ഓപ്ഷൻ എ ക്യാൻസർ. 73-ാമത്തെ ചോദ്യം. DPT വാക്സിൻ കുട്ടികൾക്ക് നൽകുന്നത് താഴെ പറയുന്നവയിൽ ഏത് അസുഖം പ്രതിരോധിക്കാനാണ്? DPT വാക്സിൻ കുട്ടികൾക്ക് നൽകുന്നത് താഴെ പറയുന്നവയിൽ ഏത് അസുഖം പ്രതിരോധിക്കാനാണ്? ഉത്തരം ഓപ്ഷൻ ബി വില്ലൻ ചുമ. 74-ാമത്തെ ചോദ്യം. സിക്ക വൈറസ് ബാധയ്ക്ക് കാരണമായ കൊതുക് ഇനം ഏതാണ്? സിക്ക വൈറസ് ബാധയ്ക്ക് കാരണമായ കൊതുക് ഇനം ഏത്? ഉത്തരം ഓപ്ഷൻ സി ഈഡിസ്. 75-ാമത്തെ ചോദ്യം. സംയോജിത ശിശു വികസന സേവന പദ്ധതി ICDS ആരംഭിച്ച വർഷം ഏതാണ്? സംയോജിത ശിശു വികസന സേവന പദ്ധതി ആരംഭിച്ച വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ ബി 1975. 76-ാമത്തെ ചോദ്യം. ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ ഭാഗമായി എത്ര ജനസംഖ്യക്കാണ് ഒരു ആശാപ്രവർത്തകയെ നിയോഗിച്ചിട്ടുള്ളത്? ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ ഭാഗമായി എത്ര ജനസംഖ്യക്കാണ് ഒരു ആശാപ്രവർത്തകയെ നിയോഗിച്ചിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ ഡി 1000. 77-ാമത്തെ ചോദ്യം. ORT ഏത് അസുഖത്തിന് നൽകുന്ന പ്രതിരോധമാണ്? ORT ഏത് അസുഖത്തിന് നൽകുന്ന പ്രതിരോധമാണ്? അതായത് ഓറൽ ഡീഹൈഡ്രേഷൻ തെറാപ്പി. ഉത്തരം ഓപ്ഷൻ സി ആണ് വയറിളക്ക രോഗങ്ങൾ. 78-ാമത്തെ ചോദ്യം. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി പൂനെ. 79-ാമത്തെ ചോദ്യം. മെലിഞ്ഞ രോഗം അതായത് സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന അസുഖം ഏത്? മെലിഞ്ഞ രോഗം എന്നറിയപ്പെടുന്ന അസുഖം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി എയ്ഡ്സ്. 80-ാമത്തെ ചോദ്യം. ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് എപ്പോൾ? ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് എപ്പോൾ? ഉത്തരം ഓപ്ഷൻ സി 2010. പേപ്പർ കോഡ് 10/2023. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം. കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? 1. ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചു, അത് ശരിയാണ്. ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി, അത് തെറ്റാണ്. ജവഹർലാൽ നെഹ്റുവാണ് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായത്. 3. സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു, അതും ശരിയാണ്. ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 2 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി. 2-ാമത്തെ ചോദ്യം. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏവ? ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏവ? ഉത്തരം ഖേദാ സമരവും ചമ്പാരൻ സമരവുമാണ്. ഓപ്ഷൻ ബി. ഖേദാ സമരം നടന്നത് 1918-ലാണ്. ചമ്പാരൻ സമരം നടന്നത് 1917-ലാണ്. 3-ാമത്തെ ചോദ്യം. ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ ആരാണ്? ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ ആരാണ്? ക്യാബിനറ്റ് മിഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പരമാധികാരം കൈമാറുന്നതുമായി സംബന്ധിച്ച് ഇന്ത്യൻ നേതാക്കളുമായി ചർച്ച നടത്തുന്നതിനായി ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച 3-അംഗ സമിതിയാണ് ക്യാബിനറ്റ് മിഷൻ. അതിൽ AV അലക്സാണ്ടർ, സ്റ്റാഫോർഡ് ക്ലിപ്സ്, പെത്തിക് ലോറൻസ് എന്നീ 3 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്.
AV അലക്സാണ്ടർ, സ്റ്റാൻഫോർഡ് ക്ലിപ്സ് തന്നിരിക്കുന്ന അംഗമല്ലാത്ത വ്യക്തികളാണ് ചോദിച്ചത്. മൗണ്ട് ബാറ്റൻ പ്രഭു, ഇർവിൻ പ്രഭു. ഉത്തരം ഓപ്ഷൻ എ. 4ാമത്തെ ചോദ്യം, സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏതാണ്? സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏത്? 1798 നടപ്പിലാക്കിയത്. അത് ശരിയാണ്. കേഴ്സൺ പ്രഭുവാണ് നടപ്പിലാക്കിയത്. അതാണ് തെറ്റായിട്ടുള്ളത്. വെല്ലസ്ലി പ്രഭുവാണ് നടപ്പിലാക്കിയത്. 3. അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം. അതും ശരിയാണ്. ഇതിൽ ബന്ധപ്പെടാത്ത പ്രസ്താവന ഉത്തരം ഓപ്ഷൻ ബി, 2 മാത്രം. 5ാമത്തെ ചോദ്യം, ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ ഏതാണ്? ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ ഏത്? തന്നിരിക്കുന്നത് മൗലാന മുഹമ്മദ് അലി. അത് ശരിയാണ്. മുഹമ്മദ് അലി ജിന്ന, അത് തെറ്റാണ്. സാലിം അലി, അതും തെറ്റാണ്. മൗലാന ഷൗക്കത്ത് അലി, അത് ശരിയാണ്. മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി എന്നിവരാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത്. ഉത്തരം ഓപ്ഷൻ സി. 6ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചത്? ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചത്? ഉത്തരം ഓപ്ഷൻ ഡി, അയർലാൻഡ്. 7ാമത്തെ ചോദ്യം, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം ഏതാണ്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, മണിപ്പൂർ. 8ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, രാജേന്ദ്ര പ്രസാദ്. 9ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ സി, രാജസ്ഥാൻ. 10ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരം ഉള്ളത് ആർക്കാണ്? താഴെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് ആർക്ക്? ഉത്തരം ഓപ്ഷൻ സി, പാർലമെൻറ്റിന്. 11ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവർ ശരിയല്ലാത്തത് ഏത്? 1. വൈക്കം സത്യാഗ്രഹം, TK മാധവൻ, അത് ശരിയാണ്. 2. പാലിയം സത്യാഗ്രഹം, വക്കം അബ്ദുൽ ഖാദർ, അത് തെറ്റാണ്. പാലിയം സത്യാഗ്രഹം C. കേശവനാണ്. 3. ഗുരുവായൂർ സത്യാഗ്രഹം, K. കേളപ്പൻ, അതും ശരിയാണ്. ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ ബി, 2 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. 12ാമത് ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകൾ ഏവ? താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകൾ ഏവ? വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടേതാണ്. ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. അഭിനവ കേരളം വാഗ്ഭടാനന്ദനാണ്. ആദിഭാഷ ചട്ടമ്പി സ്വാമിയുടേതാണ്. 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ എ. 13ാമത്തെ ചോദ്യം, ശക്തൻ തമ്പുരാൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഏവ? ശക്തൻ തമ്പുരാൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഏവ? കോവിലകത്തും വാതുക്കൽ, അത് ശരിയാണ്. തൃശ്ശൂർ പൂരം ആരംഭിച്ചു, അതും ശരിയാണ്. കുളച്ചൽ യുദ്ധം നടന്ന്, അത് തെറ്റാണ്. കൂടൽ മാണിക്യ ക്ഷേത്രം പുതുക്കി പണിതു, അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. 14ാമത്തെ ചോദ്യം, സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ്? സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി, വൈകുണ്ഠസ്വാമി. 15ാമത്തെ ചോദ്യം, ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏത്? 1. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം, അത് ശരിയാണ്. 2. 1721 ഇത് നടന്നത്, അതും ശരിയാണ്. 3. കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തു, അതും ശരിയാണ്. മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വം കൊടുത്തത്, അത് തെറ്റാണ്. ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്ത് വേണാട് ഭരിച്ചിരുന്നത് ആദിത്യവർമ്മയാണ്. 4 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഉത്തരം ഓപ്ഷൻ സി. 16ാമത്തെ ചോദ്യം, 2022 ലോകകപ്പ് ഫുട്ബോളിൽ 2ാം സ്ഥാനക്കാരായ രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഫ്രാൻസ്. 17ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതി ഉള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഏത്?
ഉത്തരം ഓപ്ഷൻ ബി ഇടുക്കി. 18ാമത് ചോദ്യം, താഴെ പറയുന്നവൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ പറയുന്നവൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏത്? തന്നിരിക്കുന്നത് ചോളം, ബാർലി, നെല്ല്, പരുത്തി. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ബാർലി ഖാരിഫ് വിളയല്ല, റാബി വിളയാണ്. ബാക്കിയൊക്കെ ഖാരിഫ് വിളയാണ്. 19ാമത് ചോദ്യം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ എ 1998 മെയ് 17. 20ാമത്തെ ചോദ്യം, 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം ഏതാണ്? 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി പെരുംകുളം. 21ാമത്തെ ചോദ്യം, ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും ചരക്ക് സേവന നികുതി സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും ചരക്ക് സേവന നികുതി സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? ഉത്തരം ഓപ്ഷൻ സി 101ാം ഭേദഗതി. 22ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ എ എം.എസ്. സ്വാമിനാഥൻ. 23ാമത് ചോദ്യം, 15ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? 15ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി എൻ.കെ. സിംഗ്. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയ. 24ാമത് ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതാണ്? താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നാണ്. അത് ശരിയാണ്. പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. അതും ശരിയാണ്. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1-ആണ്. അതും ശരിയാണ്. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി PC മഹലനോബിസ്. അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ബി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 25ാമത്തെ ചോദ്യം, പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏത്? ഉത്തരം ഓപ്ഷൻ ബി കറുത്ത മണ്ണ്. 26ാമത് ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. 27ാമത് ചോദ്യം, പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ ഏത്? പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി കണ്ടൽ വനങ്ങൾ. 28ാമത് ചോദ്യം, ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏതാണ്? ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏത്? ഉത്തരം ഓപ്ഷൻ സി നർമ്മദ. 29ാമത് ചോദ്യം, സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിൻ്റെ ഫലമായി രൂപപ്പെട്ടതാണ്? സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിൻ്റെ ഫലമായി രൂപപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഗംഗയും ബ്രഹ്മപുത്രയും. 30ാമത് ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായത്? ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായത്? ഉത്തരം ഓപ്ഷൻ സി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. 31ാമത്തെ ചോദ്യം, മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആസാം. 32ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും ജനസംഖ്യാ വളർച്ചാ നിരക്കുള്ള ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും ജനസംഖ്യാ വളർച്ചാ നിരക്കുള്ള ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ ഡി മലപ്പുറം. 33ാമത് ചോദ്യം, ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. 34ാമത് ചോദ്യം, ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത ഏതാണ്? ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി NH 744. 35ാമത് ചോദ്യം, ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതാണ്?
ഉത്തരം ഓപ്ഷൻ ബി വയനാട്. 36-ാമത്തെ ചോദ്യം, കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏതാണ്? കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല. ഉത്തരം ഓപ്ഷൻ ഡി പാലക്കാട്. 37-ാമത്തെ ചോദ്യം, സെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ഇടുക്കി. 38-ാമത്തെ ചോദ്യം, കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി നൂറനാട്. 39-ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ എ കണ്ണൂർ. 40-ാമത്തെ ചോദ്യം, അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം ഏത്? അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി വെള്ളായണി കായൽ. 41-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി കുമളി. 42-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ എ ആലുവ. 43-ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി മേപ്പാടി. 44-ാമത്തെ ചോദ്യം, ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ അയണോസ്ഫിയർ. 45-ാമത്തെ ചോദ്യം, നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി പ്രധാനമന്ത്രി. 46-ാമത്തെ ചോദ്യം, ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്ര? ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്ര? ഉത്തരം ഓപ്ഷൻ സി 1098. 47-ാമത്തെ ചോദ്യം, വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? ഉത്തരം ഓപ്ഷൻ സി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. 48-ാമത്തെ ചോദ്യം, എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്? എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ജൂൾ. 49-ാമത്തെ ചോദ്യം, ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി തെലുങ്കാന. 50-ാമത്തെ ചോദ്യം, 2022 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത് എന്ത്? 2022 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി രാജ്യത്തെ 5G സേവനങ്ങൾക്ക് തുടക്കം. 51-ാമത്തെ ചോദ്യം, ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാക്റ്റ് ഹെലികോപ്റ്റർ ഏതാണ്? ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാക്റ്റ് ഹെലികോപ്റ്റർ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ പ്രജന്ത്. 52-ാമത്തെ ചോദ്യം, വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി ഏതാണ്? വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി നൂർമേനി. 53-ാമത്തെ ചോദ്യം, വിറ്റാമിൻ എയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവന പരിഗണിക്കുക. വിറ്റാമിൻ എ നാമം റെറ്റിനോളാണ്, അത് ശരിയാണ്. വിറ്റാമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ നിശാന്തത എന്ന രോഗം ഉണ്ടാകുന്നു, അതും ശരിയാണ്. ഇവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. രണ്ടും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ സി. 54-ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേര് എന്താണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേര് എന്ത്? ഉത്തരം ഓപ്ഷൻ എ സ്റ്റേപ്പീസ്. 55-ാമത്തെ ചോദ്യം, കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം
ഓപ്ഷൻ സി മണ്ണൂത്തി. 56-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി. ഇന്ത്യയിലെ ആദ്യ എക്കോ ടൂറിസം പദ്ധതി. ഉത്തരം ഓപ്ഷൻ എ തെന്മല. 57-ാമത്തെ ചോദ്യം, നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം ഏതാണ്? നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി വൃക്ക. 58-ാമത്തെ ചോദ്യം, 2022 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2022 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? ഉത്തരം ഓപ്ഷൻ ഡി സ്വാന്തെ പേബോ. 2023 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ഡ്രൂ വൈസ്മാൻ, കാറ്റലിൻ കാരിക്കോ. 2024 വിക്ടർ ആംബ്രോസും ഗ്യാരി റോവ്കിനുമാണ് നേടിയത്. 59-ാമത്തെ ചോദ്യം, കുനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കുനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഓപ്ഷൻ എ മധ്യപ്രദേശ്. 60-ാമത്തെ ചോദ്യം, രാസസമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ് സമീകരിക്കപ്പെട്ടിരുന്നത്? രാസസമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ് സമീകരിക്കപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ പിണ്ഡം. 61-ാമത്തെ ചോദ്യം, ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഉത്തരം ഓപ്ഷൻ സി അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ. 62-ാമത്തെ ചോദ്യം, ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് താഴെ പറയുന്നവയിൽ ഏതാണ്? ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി സിന്നബാർ. 63-ാമത്തെ ചോദ്യം, പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യുവാൻ കഴിയുന്നത് താഴെ പറയുന്നവയിൽ ഏത് കാരണം കൊണ്ടാണ്? പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ പാചകം ചെയ്യുവാൻ കഴിയുന്നത് താഴെ പറയുന്നവയിൽ ഏത് കാരണം കൊണ്ടാണ്? ഉത്തരം ഓപ്ഷൻ ബി മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില വർദ്ധിക്കുന്നത് കൊണ്ടാണ്. 64-ാമത്തെ ചോദ്യം, ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്? താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ്? ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്? താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ് അത്? ഉത്തരം ഓപ്ഷൻ സി ജഡത്വം. 65-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി ഏത്? ഉത്തരം ഓപ്ഷൻ ബി കേരള ഹൈക്കോടതി. 66-ാമത്തെ ചോദ്യം, സൂര്യൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിക്കുവാൻ തയ്യാറെടുക്കുന്ന സ്പേസ് ക്രാഫ്റ്റിൻ്റെ പേര് താഴെ പറയുന്നവയിൽ ഏതാണ്? സൂര്യൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിക്കുവാൻ തയ്യാറെടുക്കുന്ന സ്പേസ് ക്രാഫ്റ്റിൻ്റെ പേര് താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആദിത്യ L1. 67-ാമത്തെ ചോദ്യം, കൊതുകിൻ്റെ മുട്ട വിരിയുന്നതിന് എടുക്കുന്ന ദിവസം എത്രയാണ്? കൊതുകിൻ്റെ മുട്ട വിരിയുന്നതിന് എടുക്കുന്ന ദിവസം എത്ര? ഉത്തരം ഓപ്ഷൻ എ 8 ദിവസം. 68-ാമത്തെ ചോദ്യം, പുകവലി മൂലം ഉണ്ടാകുന്ന ഒരു രോഗം ഏതാണ്? പുകവലി മൂലം ഉണ്ടാകുന്ന ഒരു രോഗം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ബ്രോങ്കൈറ്റിസ്. 69-ാമത്തെ ചോദ്യം, ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ജനീവ. 70-ാമത്തെ ചോദ്യം, ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? ഉത്തരം ഓപ്ഷൻ സി കരൾ. 71-ാമത്തെ ചോദ്യം, ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണം ഏതാണ്? ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണം ഏത്? ഉത്തരം ഓപ്ഷൻ ബി തലയോട്ടിയിലെ സന്ധി. 72-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഒരു വിസർജനാവയവം തിരഞ്ഞെടുക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഒരു വിസർജനാവയവം തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി വൃക്ക. 73-ാമത്തെ ചോദ്യം, ഹൃദയത്തിൽ 4 അറയുള്ള ജീവി ഏതാണ്? ഹൃദയത്തിൽ 4 അറകളുള്ള ജീവി ഏത്? ഉത്തരം ഓപ്ഷൻ ബി മനുഷ്യൻ. 74-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ ബി വീണ ജോർജ്. 75-ാമത്തെ ചോദ്യം,
താഴെ കൊടുത്തിരിക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി വിറ്റാമിൻ ബി. 76-ാമത്തെ ചോദ്യം. മാരകമായ അസുഖം കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ താലോലം. 77-ാമത്തെ ചോദ്യം. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ ബി 206. 78-ാമത്തെ ചോദ്യം. ജീവിതശൈലി രോഗത്തിന് ഒരു ഉദാഹരണം ഏതാണ്? ജീവിതശൈലി രോഗത്തിന് ഒരു ഉദാഹരണം ഏത്? ഉത്തരം ഓപ്ഷൻ എ ബ്ലഡ് പ്രഷർ. 79-ാമത്തെ ചോദ്യം. ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി ഏതാണ്? ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി ഏത്? ഉത്തരം ഓപ്ഷൻ ബി വൈറസ്. 80-ാമത്തെ ചോദ്യം. കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏതാണ്? കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏത്? ഉത്തരം ഓപ്ഷൻ എ ബാക്ടീരിയ. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 62/2018. ആദ്യത്തെ ചോദ്യം. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ സി ഹരിയാന. രണ്ടാമത്തെ ചോദ്യം. ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ കൊടുമുടി ഏതാണ്? ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ കൊടുമുടി ഏത്? ഉത്തരം ഓപ്ഷൻ ബി മൗണ്ട് കെറ്റു. മൂന്നാമത്തെ ചോദ്യം. ഗംഗയുടെ പോഷക നദി ഏതാണ്? ഗംഗയുടെ പോഷക നദി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി കോസി. നാലാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ മാംഗനീസിൻ്റെ ഉൽപ്പാദനത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? താഴെ പറയുന്നവയിൽ മാംഗനീസിൻ്റെ ഉൽപ്പാദനത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഒഡീഷ. അഞ്ചാമത്തെ ചോദ്യം. കൊങ്കൺ റെയിൽവേ പ്രവർത്തനം പൂർത്തിയായ വർഷം ഏതാണ്? കൊങ്കൺ റെയിൽവേ പ്രവർത്തനം പൂർത്തിയായ വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ എ 1998. ആറാമത്തെ ചോദ്യം. ഡെക്കാൻ പീഠഭൂമി പ്രദേശത്തെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? ഡെക്കാൻ പീഠഭൂമി പ്രദേശത്തെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏത്? ഉത്തരം ഓപ്ഷൻ ബി കറുത്ത മണ്ണ്. ഏഴാമത്തെ ചോദ്യം. ഒറീസയിലെ ഒരു പ്രധാന തുറമുഖം ഏത്? ഒറീസയിലെ ഒരു പ്രധാന തുറമുഖം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി പാരദ്വീപ്. എട്ടാമത്തെ ചോദ്യം. കാപ്പിക്കൃഷി ലോകത്ത് ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ് ഉള്ളത്? കാപ്പിക്കൃഷിയിൽ ലോകത്ത് ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ് ഉള്ളത്? ഉത്തരം ഓപ്ഷൻ എ 6-ാം സ്ഥാനം. ഒൻപതാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി മിൽ സ്ഥാപിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി മിൽ സ്ഥാപിച്ചത് എവിടെ? ഉത്തരം ഓപ്ഷൻ സി കൊൽക്കത്ത. 1818 അത് സ്ഥാപിതമായത്. പത്താമത്തെ ചോദ്യം. ഇന്ത്യയിലെ വ്യോമഗതാഗതം ആരുടെ നിയന്ത്രണത്തിലാണ്? ഇന്ത്യയിലെ വ്യോമഗതാഗതം ആരുടെ നിയന്ത്രണത്തിലാണ്? ഉത്തരം ഓപ്ഷൻ ഡി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. 11ാമത്തെ ചോദ്യം. 2016 ഡിസംബറിൽ തമിഴ്നാട് ആന്ധ്രാ തീരങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റ് ഏതാണ്? 2016 ഡിസംബറിൽ തമിഴ്നാട് ആന്ധ്രാ തീരങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി വർധ. 12ാമത്തെ ചോദ്യം. റിയോ ഡി ജനീറോ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ വനിതാ താരം ആരാണ്? റിയോ ഡി ജനീറോ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ വനിതാ താരം ആര്? ഉത്തരം ഓപ്ഷൻ സി PV സിന്ധു. 13ാമത്തെ ചോദ്യം. ബ്രിക്സ് ഉച്ചകോടിക്ക് 2016 ഒക്ടോബറിൽ സാക്ഷ്യം വഹിച്ച ഇന്ത്യൻ നഗരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി പനാജി. 2024 റഷ്യയിലാണ് ബ്രിക്സ് ഉച്ചകോടി നടന്നിട്ടുള്ളത്. 14ാമത്തെ ചോദ്യം. ഫെബ്രുവരി 15-ാം തീയതി ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? ഫെബ്രുവരി 15-ാം തീയതി ISRO ശ്രീഹരിക്കോട്ടയിൽ വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി 104. 15ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന അണ്ടർ 17 ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഭാഗ്യചിഹ്നം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ചീറ്റപ്പുലി. 16ാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ പേയ്മെൻറ്റ് ജില്ല ഏത്? കേരളത്തിലെ ആദ്യത്തെ പേയ്മെൻറ്റ് ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി മലപ്പുറം. 17ാമത്തെ ചോദ്യം. കസ്തൂരി രംഗൻ കമ്മീഷൻ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടാണ് നിയോഗിക്കപ്പെട്ടത്? കസ്തൂരി രംഗൻ കമ്മീഷൻ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടാണ് നിയോഗിക്കപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ ബി പരിസ്ഥിതി.
18ാമത് ചോദ്യം GSTയിൽ ഉൾപ്പെട്ട നികുതികളുടെ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. GSTയിൽ ഉൾപ്പെട്ട നികുതികളുടെ ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി സാധന സേവന നികുതി. 19ാമത് ചോദ്യം പോക്സോ നിയമത്തിൻ്റെ ഉദ്ദേശം എന്താണ്? പോക്സോ നിയമത്തിൻ്റെ ഉദ്ദേശം ഉത്തരം ഓപ്ഷൻ ബി കുട്ടികൾക്കെതിരെയുള്ള അക്രമം തടയാൻ. 20ാമത് ചോദ്യം ഇന്ത്യയിൽ കള്ളപ്പണം തടയുന്നതിനായി നോട്ട് നിരോധനം പ്രഖ്യാപിച്ചത് എന്ന്? ഇന്ത്യയിൽ കള്ളപ്പണം തടയുന്നതിനായി നോട്ട് നിരോധനം പ്രഖ്യാപിച്ചത് എന്ന്? ഉത്തരം ഓപ്ഷൻ ഡി 2016 നവംബർ 8. 21ാമത് ചോദ്യം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ സമരം നയിച്ചത് ആരാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ സമരം നയിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ബീഗം ഹസ്രത്ത് മഹൽ. 22ാമത് ചോദ്യം പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? ഉത്തരം ഓപ്ഷൻ എ ദാദാഭായ് നവറോജി. 23ാമത് ചോദ്യം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെട്ട സ്ഥലം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ബംഗാൾ. 24ാമത് ചോദ്യം പ്രാർത്ഥനാ സമാജ സ്ഥാപകൻ ആരാണ്? പ്രാർത്ഥനാ സമാജ സ്ഥാപകൻ ആര്? ഉത്തരം ഓപ്ഷൻ ഡി ആത്മാറാം പണ്ടൂരാങ്. 25ാമത്തെ ചോദ്യം ലാലാ ലജ്പത് റായ് നേതൃത്വം കൊടുത്ത പത്രം ഏതാണ്? ലാലാ ലജ്പത് റായ് നേതൃത്വം കൊടുത്ത പത്രം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി വന്ദേ മാതരം. 26ാമത്തെ ചോദ്യം ഗാന്ധിജി നേതൃത്വം കൊടുത്ത ഖേദ കർഷക സമരം നടന്ന വർഷം ഏതാണ്? ഗാന്ധിജി നേതൃത്വം കൊടുത്ത ഖേദ കർഷക സമരം നടന്ന വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ ബി 1918. 27ാമത്തെ ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ലാഹോർ സമ്മേളനം. 28ാമത്തെ ചോദ്യം താഴെ പറയുന്നതിൽ പോർച്ചുഗലിൻ്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശം ഏതാണ്? താഴെ പറയുന്നവയിൽ പോർച്ചുഗലിൻ്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശം ഏത്? ഉത്തരം ഓപ്ഷൻ സി ദാമൻ. 29ാമത്തെ ചോദ്യം ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനർസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനർസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി ഫസൽ അലി. 30ാമത്തെ ചോദ്യം VP മേനോൻ പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടതാണ്? VP മേനോൻ പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ ഡി നാട്ടുരാജ്യ സംയോജനം. 31ാമത്തെ ചോദ്യം രാഷ്ട്രവും പൗരനും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന പൗരത്വ നിർവചനം നൽകിയ ചിന്തകൻ ആര്? രാഷ്ട്രവും പൗരനും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന പൗരത്വ നിർവചനം നൽകിയ ചിന്തകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി അരിസ്റ്റോട്ടിൽ. 32ാമത് ചോദ്യം ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ്? ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആര്? ഉത്തരം ഓപ്ഷൻ എ മാഡം ബിക്കാജി കാമ. 33ാമത്തെ ചോദ്യം ഭാരത് മാത എന്ന ചിത്രം വരച്ചത് ആര്? ഭാരത് മാത എന്ന ചിത്രം വരച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ സി അബനീന്ദ്രനാഥ് ടാഗോർ. 34ാമത്തെ ചോദ്യം ആദ്യ ഇന്ത്യൻ ദേശീയ പതാകയിലെ 8 താമരകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആദ്യ ഇന്ത്യൻ ദേശീയ പതാകയിലെ 8 താമരകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ. 35ാമത്തെ ചോദ്യം ത്രിവർണ പതാക ദേശീയ പതാകയായി സ്വീകരിച്ച വർഷം ഏതാണ്? ത്രിവർണ പതാക ദേശീയ പതാകയായി സ്വീകരിച്ച വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ ബി 1947. 36ാമത്തെ ചോദ്യം 2005 ഇന്ത്യയിൽ നിലവിൽ വന്ന ഒരു സുപ്രധാന നിയമം ഏത്? 2005 ഇന്ത്യയിൽ നിലവിൽ വന്ന ഒരു സുപ്രധാന നിയമം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി വിവരാവകാശ നിയമം. 37ാമത്തെ ചോദ്യം ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന ദിവസം ഏത്? ഉത്തരം ഓപ്ഷൻ എ നവംബർ 11. 38ാമത്തെ ചോദ്യം താഴെ പറയുന്നതിൽ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട സംഭവം ഏതാണ്? താഴെ പറയുന്നതിൽ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട സംഭവം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഫ്രഞ്ച് വിപ്ലവം. 39ാമത്തെ ചോദ്യം സാരേ ജഹാം സെ ഹജ്ജ എന്ന ഗാനം രചിച്ചത് ആരാണ്? സാരേ ജഹാം സെ ഹജ്ജ എന്ന ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി മുഹമ്മദ് ഇക്ബാൽ.
40ാമത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആര്? ഉത്തരം വി രാമസുബ്രഹ്മണ്യൻ. 41ാമത്തെ ചോദ്യം തമിഴ്നാടുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ല ഏതാണ്? തമിഴ്നാടുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ ബി കോട്ടയം. 42ാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്രയാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി 2695 മീറ്റർ. 43ാമത്തെ ചോദ്യം കേരളത്തിൻ്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? കേരളത്തിൻ്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം ഏത്? ഉത്തരം ഓപ്ഷൻ എ മരുപ്രദേശം. 44ാമത്തെ ചോദ്യം കേരളത്തിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏത്? കേരളത്തിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ ഡി വയനാട്. ഇടുക്കിയും വയനാടുമാണ് കേരളത്തിൽ റെയിൽവേ ഇല്ലാത്ത ജില്ലകൾ. 45ാമത്തെ ചോദ്യം പരിസ്ഥിതി ടൂറിസത്തിൽ ഉൾപ്പെടാത്ത സ്ഥലം ഏതാണ്? പരിസ്ഥിതി ടൂറിസത്തിൽ ഉൾപ്പെടാത്ത സ്ഥലം ഏത്? ഉത്തരം ഓപ്ഷൻ ബി വാഗമൺ. 46ാമത്തെ ചോദ്യം നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്ന ഏഴിമല ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്ന ഏഴിമല ഏത് ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ ഡി കണ്ണൂർ. 47ാമത്തെ ചോദ്യം താഴെ പറയുന്നതിൽ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? താഴെ പറയുന്നതിൽ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. 48ാമത്തെ ചോദ്യം ആയോധന കലയുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏത്? ആയോധന കലയുടെ മാതാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ എ കളരി. 49ാമത്തെ ചോദ്യം വിഴിഞ്ഞം തുറമുഖ പദ്ധതി താഴെ പറയുന്നതിൽ ഏത് ഗണത്തിൽപ്പെടുന്നു? വിഴിഞ്ഞം തുറമുഖ പദ്ധതി താഴെ പറയുന്നവയിൽ ഏത് ഗണത്തിൽപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ ബി സംയുക്ത മേഖല. 50ാമത്തെ ചോദ്യം കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ കാണുന്ന ധാതു ഏതാണ്? കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ കാണുന്ന ധാതു ഏത്? ഉത്തരം ഓപ്ഷൻ സി മോണസൈറ്റ്. 51ാമത്തെ ചോദ്യം കേരളസിംഹം എന്ന ചരിത്ര നോവലിൽ പരാമർശിക്കുന്ന വ്യക്തി ആരാണ്? കേരളസിംഹം എന്ന ചരിത്ര നോവലിൽ പരാമർശിക്കുന്ന വ്യക്തി ആര്? ഉത്തരം ഓപ്ഷൻ ബി പഴശ്ശിരാജ. സർദാർ കെ എം പണിക്കരാണ് കേരളസിംഹം എന്ന നോവൽ രചിച്ചത്. 52ാമത്തെ ചോദ്യം കേരളത്തെ ഒരു ഭ്രാന്താലയമെന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിക്കാൻ കാരണം എന്താണ്? കേരളത്തിലെ ഒരു ഭ്രാന്താലയമെന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിക്കാൻ കാരണം എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ജാതി സമ്പ്രദായം. 53ാമത്തെ ചോദ്യം മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പാലക്കാട് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പാലക്കാട് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ എ ആനി ബസന്റ്. 54ാമത്തെ ചോദ്യം വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാവ് ആരാണ്? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാവ് ആര്? ഉത്തരം ഓപ്ഷൻ സി ടി കെ മാധവൻ. 55ാമത്തെ ചോദ്യം വി ടി ഭട്ടതിരിപ്പാട് സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? വി ടി ഭട്ടതിരിപ്പാട് സ്ഥാപിച്ച പ്രസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി യോഗക്ഷേമ സഭ. 56ാമത്തെ ചോദ്യം മലയാളി മെമ്മോറിയൽ നടന്ന വർഷം ഏതാണ്? മലയാളി മെമ്മോറിയൽ നടന്ന വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ സി 1891. 57ാമത്തെ ചോദ്യം ജാതിഭേദം മതദ്വേഷ ഏതുമില്ലാതെ സർവരും സോദരധ്യേന വാഴുന്ന മാതൃകാ സ്ഥാപനമാണിത്. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ ബി അരുവിപ്പുറം ക്ഷേത്രം. 58ാമത്തെ ചോദ്യം കുഞ്ഞൻപിള്ള എന്ന പേരിലറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കുഞ്ഞൻപിള്ള എന്ന പേരിലറിയപ്പെട്ടിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ. 59ാമത്തെ ചോദ്യം മലബാറിലെ മാപ്പിള കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ്? മലബാറിലെ മാപ്പിള കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി വില്യം ലോഗൺ കമ്മീഷൻ. 60ാമത്തെ ചോദ്യം ബേസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖല എവിടെയായിരുന്നു? ബേസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖല എവിടെയായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി മലബാർ. 81ാമത്തെ ചോദ്യം ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലെ ചാർജില്ലാത്ത കണം ഏതാണ്? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലെ ചാർജില്ലാത്ത കണം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ന്യൂട്രോൺ. 82ാമത്തെ ചോദ്യം ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം. ഉത്തരം ഓപ്ഷൻ ഡി ചൊവ്വ. 83ാമത്തെ ചോദ്യം സൂര്യപ്രകാശം ഘടകവർണ്ണങ്ങളായി
വേർതിരിയുന്ന പ്രതിഭാസം ഏതാണ്? സൂര്യപ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏത്? ഉത്തരം ഓപ്ഷൻ എ പ്രകീർണനം. 84-ാമത്തെ ചോദ്യം, ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഉത്തരം ഓപ്ഷൻ എ അലുമിനിയം. 85-ാമത്തെ ചോദ്യം, വായുവിലൂടെ ശബ്ദം സഞ്ചരിക്കുന്ന വേഗത എത്ര? വായുവിലൂടെ ശബ്ദം സഞ്ചരിക്കുന്ന വേഗത എത്ര? ഉത്തരം ഓപ്ഷൻ സി 340 മീറ്റർ/സെക്കൻഡ്. 86-ാമത്തെ ചോദ്യം, പവറിൻ്റെ യൂണിറ്റ് ഏതാണ്? പവറിൻ്റെ യൂണിറ്റ് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ജൂൾ/സെക്കൻഡ്, അതായത് വാട്ട്. 87-ാമത്തെ ചോദ്യം, ഘനജലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതാണ്? ഘനജലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏത്? ഉത്തരം ഓപ്ഷൻ എ ഡ്യൂട്ടീരിയം. 88-ാമത്തെ ചോദ്യം, ഖരവസ്തുക്കളിൽ താപം പ്രസരിപ്പിക്കുന്നത് ഏത് പ്രക്രിയ മൂലമാണ്? ഖരവസ്തുക്കളിൽ താപം പ്രസരിപ്പിക്കുന്നത് ഏത് പ്രക്രിയ മൂലമാണ്? ഉത്തരം ഓപ്ഷൻ സി ചാലനം. 89-ാമത്തെ ചോദ്യം, പാചക ഇന്ധനമായ LPGയുടെ മുഖ്യ ഘടകം ഏതാണ്? പാചക ഇന്ധനമായ LPGയുടെ മുഖ്യ ഘടകം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ബ്യൂട്ടൈൻ. 90-ാമത്തെ ചോദ്യം, അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വികിരണം ഏതാണ്? അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വികിരണം ഏത്? ഉത്തരം ഓപ്ഷൻ സി ഗാമ കിരണം. 91-ാമത്തെ ചോദ്യം, പരമ്പരാഗത കൃഷി രീതികളെയും വിത്തിനങ്ങളെയും സംരക്ഷിക്കാനായി നവധാന്യ എന്ന പ്രസ്ഥാനം രൂപീകരിച്ച പരിസ്ഥിതി പ്രവർത്തക ആരാണ്? പരമ്പരാഗത കൃഷിരീതികളെയും വിത്തിനങ്ങളെയും സംരക്ഷിക്കാനായി നവധാന്യ എന്ന പ്രസ്ഥാനം രൂപീകരിച്ച പരിസ്ഥിതി പ്രവർത്തക ആരാണ്? ഉത്തരം ഓപ്ഷൻ സി വന്ദന ശിവ. 92-ാമത്തെ ചോദ്യം, എംഫിസിമ എന്ന രോഗം ബാധിക്കുന്ന ശരീരാവയവം ഏതാണ്? എംഫിസിമ എന്ന രോഗം ബാധിക്കുന്ന ശരീരാവയവം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ശ്വാസകോശം. 93-ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം ഏതാണ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ചിക്കൻ ബോക്സ്. 94-ാമത്തെ ചോദ്യം, ക്യൂനിക്കൾച്ചർ ഏത് ജീവിയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ടതാണ്? ക്യൂനിക്കൾച്ചർ ഏത് ജീവികളുടെ പരിപാലനവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ ബി മുയൽ. 95-ാമത്തെ ചോദ്യം, വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏത്? ഉത്തരം ഓപ്ഷൻ എ കണ. 96-ാമത്തെ ചോദ്യം, പക്ഷി നിരീക്ഷകനായ സലിം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം എവിടെയാണ്? പക്ഷി നിരീക്ഷകനായ സലിം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി തട്ടേക്കാട്. 97-ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നാണ്യവിളകളിൽ പെട്ടത് ഏതാണ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നാണ്യവിളകളിൽ പെട്ടത് ഏത്? ഉത്തരം ഓപ്ഷൻ എ പരുത്തി. 98-ാമത്തെ ചോദ്യം, കേന്ദ്ര സമുദ്രജല മത്സ്യഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേന്ദ്ര സമുദ്രജല മത്സ്യഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി കൊച്ചി. 99-ാമത്തെ ചോദ്യം, യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ്? യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏത്? ഉത്തരം ഓപ്ഷൻ സി തൈമോസിൻ. 100-ാമത്തെ ചോദ്യം, കേരളം 60-ാം പിറന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ സർക്കാർ ആശുപത്രികൾ ജനസൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? സർക്കാർ ആശുപത്രികൾ ജനസൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആർദ്രം പദ്ധതി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.